ഹലോ, വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് നാൾ മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടാക്കിയ കുറച്ച് ഓണത്തിൻ്റെ വിഭവങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞങ്ങൾ അവിയലിനാണ് അരിഞ്ഞ് വെച്ചത്. അപ്പോൾ അവിയലിനുള്ള പച്ചക്കറികളാണ് കേട്ടോ. അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ അതിലേക്കുള്ള തേങ്ങ ചിരങ്ങണം കേട്ടോ. പിന്നെ പരിപ്പ് സിമ്പിൾ റെസിപ്പിയാണല്ലോ, അതെല്ലാവർക്കും അറിയാൻ പറ്റും, പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ്. പിന്നെ ഉള്ളത് പച്ചടിയാണ്. ഇത് വെണ്ടയ്ക്ക പച്ചടി. അപ്പോൾ ഓരോരുത്തരും ഓരോ വിഭവമായിട്ടാണ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും പണികൾ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ചെയ്തത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി എന്ന് വെച്ചാൽ പുളി ഇഞ്ചിയില്ലേ, അതാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബീട്രൂട്ട് പച്ചടിക്കുള്ളതാണ്, അത് ഞാൻ ചീക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് പുളിയിഞ്ചി. നേരത്തെ കാണിച്ചതും പുളിയിഞ്ചി തന്നെയാണ് കേട്ടോ. അപ്പോൾ പുളിയിഞ്ചിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. ഇത് പൈനാപ്പിൾ പച്ചടി തന്നെയാണ്. പിന്നെ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഇഞ്ചി, ഞങ്ങളിപ്പോൾ കുറച്ച് പേരുള്ളത് കൊണ്ടിട്ട് ഇഞ്ചി ഒരുപാടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നുറുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് നമുക്ക് ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്ത് മൊരിയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കടല നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട്, മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പോഴല്ല, ഇതൊക്കെ മൊരിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ച് കഴിയുമ്പോൾ പുളി പിഴിഞ്ഞ് വയ്ക്കാം. അതിനുശേഷം കുറച്ച് ശർക്കര ഇട്ടിട്ട് കുറുക്കിയെടുക്കുക, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുക. അപ്പോൾ പുളി എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോൾ പുളിയിലൊക്കെ ഉപ്പ് തിരുമ്മിയിട്ടുണ്ടാവും, അപ്പോൾ അത് ഉപ്പ് അധികമാവാണ്ട് നോക്കണം. അപ്പോൾ ഇഞ്ചിക്കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പുളിയും പിഴിഞ്ഞ് ശർക്കരയും ഇട്ടാൽ കറക്റ്റ് ആവും. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ചെയ്ത് വെച്ചാലായിരിക്കും നല്ലത്. അപ്പോൾ ഇഞ്ചിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ, അവിയൽ അങ്ങനത്തേനൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അതിൽ പുളി അതിൻ്റെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് തിളച്ച് സെറ്റായ ഇഞ്ചിക്കറി റെഡിയാവും. ഇനി പായസങ്ങളാണ് കേട്ടോ. അപ്പോൾ പായസം ഇത് ചെറുപയറ്റിൻ പരിപ്പ് പായസമാണ്. അപ്പോൾ അതും അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ പായസമൊക്കെ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് പായസത്തിൻ്റെ. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കണ്ടു നോക്കാം കേട്ടോ. സിമ്പിളാണ്. സിമ്പിൾ പാലട, അരിപ്പായസം, പച്ചരി പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കാണാത്തവർ കണ്ടു നോക്കുക. ഇനി ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് പാലടയാണ്. ഇത് സിമ്പിൾ പാലട റെസിപ്പിയാണ് കേട്ടോ. കളറൊന്നും ചേർക്കാതെ നമ്മൾ സിമ്പിളായിട്ട് എടുക്കുന്നതാണ്. അപ്പം ഞാൻ പോസ്റ്റ് ചെയ്തേക്കണതിൽ കളർ ചേർത്തിട്ടാണ്. അപ്പോൾ ചേർക്കണമെന്നില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് കുറുകി വരാനായിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് സിമ്പിളായിട്ട് നമ്മൾ പാലട വേവിച്ചൂറ്റി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ റെസിപ്പി ഒന്നും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പാലടക്ക് കറക്റ്റ് അതേപോലെ ലൈറ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സീരീസിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇപ്രാവശ്യം ഓണത്തിന് എല്ലാ വിഭവങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതേ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ആഘോഷമായിട്ട് ഓണം ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ, പിന്നെ അഡ്വാൻസായിട്ട് ഓണാശംസകൾ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പി, വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം.
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ ഇൻ അഡ്വാൻസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മൈ നെയിം ഈസ് ലിറ്റിൽ ഓവൻ. ബൈ.